ഷിഹാബ് സുവായി, അഹമ്മദ് അലസ്വലി, അതുപോലെ ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങളെ, കേരളത്തിൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന വിഷയത്തെ ഒരു പ്രചാരണ സമ്മേളനത്തിലാണ് നാം നിൽക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ ഒളിയയും അവർക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ഒരു മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രവാചകനല്ല, മറിച്ച് ഈ ലോകത്താകമാനമുള്ള മനുഷ്യർക്കും സർവ്വചരാചരങ്ങൾക്കുമുള്ള പ്രവാചകനാണ്. നിലകൊണ്ടുവരുന്ന ഒരു സമൂഹത്തെ ഉത്തുംഗ ശ്രേണിയിലേക്ക് കൈപിടിച്ചു എത്തിയ മഹാനായ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവരുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന വ്യക്തിത്വം, തന്റെ സമ്പത്തിനേക്കാളും തന്റെ ഉപ്പയെക്കാളും തന്റെ ഭാര്യ സന്താനങ്ങളെക്കാളേറെ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ വെറും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഈ സമൂഹത്തിൽ ആകമാനമുള്ള മനുഷ്യർ ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഈ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. വളരെ ലഘുവായിക്കൊണ്ട് നമുക്ക് ആ വിഷയങ്ങളെ സങ്കീർണമായ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. പ്രയാസത്തോടുകൂടി നാം കാണുന്ന പ്രശ്നങ്ങൾ, ലോക ജനതയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വെറും നിസ്സാരമായ പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അത് ചർച്ച ചെയ്യാനും അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ എന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ വിഷയം എന്നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ശ്രദ്ധാപൂർവം, ഒരു ലാഘവത്തോടെയല്ലാതെ വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കുകയും പഠിക്കുകയും ആ വലിയ വ്യക്തിത്വം അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉതകുന്ന വിധം മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ഏതൊരു വ്യക്തിത്വത്തിനും തന്റെ മനസ്സിനകത്തേക്ക് ചിന്തകൾ ഇട്ടുകൊണ്ട് ആ ചിന്തകളിലൂടെ പരിവർത്തിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയവുമായി ഈ മഹത്തായ പ്രസ്ഥാനം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കേരള സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കളിച്ചിരുന്ന മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസമില്ലാതെ വിദ്യാഭ്യാസ ചെങ്ങലക്കിട്ട് കളിച്ചിരുന്ന പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സമൂഹത്തെ ഏറ്റവും ഉന്നതിക്ക് പുരോഗതിയിലേക്ക് എത്തിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാക്താക്കളാണ് നിങ്ങളുടെ മുമ്പിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് അതിന്റേതായ പ്രാധാന്യങ്ങളുണ്ട്, അതിന്റേതായ പ്രാധാന്യം സമൂഹം കൽപ്പിച്ചു വന്നിട്ടുണ്ട്. ഉപ്പയും ഉമ്മയും ഇല്ലാതെ സമൂഹത്തിൽ വിഹരിച്ചിരുന്ന യതീം കുട്ടികൾക്ക് യതീം ഖാനകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലേക്ക് വിദ്യാഭ്യാസം പരിപോഷണം നൽകിക്കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം എത്തിച്ചു. അതുപോലെ തന്നെ സ്ത്രീകൾ അടുക്കളയുടെ 4 ചുവടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസമില്ലാതെ വിദ്യാഭ്യാസ പുരോഗതിയില്ലാതെ സമൂഹത്തിൽ എന്താളിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന്
സമൂഹത്തിന്റെ നാനാതുറകളിലും അവരെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനം എത്തിച്ചു. അങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള എല്ലാ വിഷയങ്ങളിലും ഈ സമുദായത്തിൻ്റെതാകട്ടെ സമുദായത്തിന് പുറത്തുള്ളതാകട്ടെ ഈ മഹത്തായ പ്രസ്ഥാനം അതിന് സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഒരു വിഷയം മുജാഹിദ് പ്രസ്ഥാനം തെരഞ്ഞെടുക്കുമ്പോൾ അത് ഈ സമൂഹത്തിൽ ഇനിയുള്ള ഒരു വർഷക്കാലം ഈ സമൂഹത്തിൽ വരുത്തി വെക്കാവുന്ന മാറ്റങ്ങളെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നല്ലതായ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം ആ സതുദ്ദേശം പൂർത്തീകരിക്കുമാറ് നാട്ടിലെ മാന്യ മഹാജനങ്ങൾ അത് ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും അത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചു ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനായ എന്റെ സുഹൃത്ത് ഷിഹാബുൽ സ്വലാഹിക്കും അതുപോലെ അഹമ്മദ് അനസ് മൗലവിക്കും അതുപോലെ പ്രഭാഷണം വീക്ഷിക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും സംഘടനയുടെ പേരിലും എന്റെ പേരിലും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ ഷിഹാബ് സ്വലാഹി അവരെ ആദരവും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. إن الحمد لله رب العالمين صلى الله وسلم على خير خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وأصحابه أجمعين ومن سار على منهجه واستنى بسنته إلى يوم الدين. أما بعد أعوذ بالله من الشيطان الرجيم وما أرسلناك إلا رحمة للعالمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് ഹാരിസ്, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന ശ്രദ്ധേയമായ തലക്കെട്ടിലുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിന് കേരള മുസ്ലിം നവോത്ഥാനത്തിന് കർമ്മപരമായി നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഭോവിക്കാലത്ത് ഈ വിഷയ സംബന്ധമായി വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള അവതരിപ്പിക്കപ്പെടുന്ന ഈ സംസാരം മുൻധാരണകളില്ലാതെ തുറന്ന മനസ്സോടുകൂടി ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണമെന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുകൂലമായും പ്രതികൂലമായും അവഹേളനമായും പ്രകീർത്തനമായുമെല്ലാം മുഹമ്മദ് നബിയുടെ പേര് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഴുതുന്നവന്റെ പേനകളിലൂടെയും സംസാരിക്കുന്നവന്റെ നാവുകളിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും സാഹിത്യകൃതികളിലൂടെയും സിനിമകളിലൂടെയും കാരിക്കേച്ചറുകളിലൂടെയും കാർട്ടൂണുകളിലൂടെയുമെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുണ്ടായ വ്യക്തി വിമർശനങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ മുഹമ്മദ് നബിയോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ചർച്ച ചെയ്യപ്പെട്ട വിമർശിക്കപ്പെട്ട ഒരാളുണ്ടാവുകയില്ല എന്ന് ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്? എന്താണ് ലോകത്ത് കടന്നുപോയ ഇതര മഹത്വക്കൾക്കില്ലാത്ത വിമർശനാത്മകമായ ജീവിതത്തിന്റെ ഏടുകൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്? തീർച്ചയായും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തോടുള്ള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പ്രഖ്യാപിച്ച സന്ദേശങ്ങളോടുള്ള എതിർപ്പാണ് മുഹമ്മദ് നബിയോടുള്ള വിമർശനമായി, അവഹേളനമായി, നിന്ദയായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് വിഭാഗം ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹം കൊണ്ടുവന്ന മഹത്തായ ആദർശം ഇസ്ലാമിനെയും വളരെ വികൃതമായി ലോകത്ത് അവതരിപ്പിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തോട് ശക്തമായ വിയോജിപ്പുണ്ടായിരുന്ന, തങ്ങളുടെ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച, തങ്ങൾ പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആദർശത്തെ അന്ധമായി സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതിരുന്ന മതപുരോഹിതന്മാരാണ്. അവർ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് ശേഷവും നബിയെയും നബിയുടെ ആദർശങ്ങളെയും വിമർശിച്ചിട്ടുണ്ട്. ഇതേതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം വക്താക്കളല്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്തിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും പിതൃവ്യന്മാരും നാട്ടുകാരുമായ ആളുകളായിരുന്നു. മുഹമ്മദ് നബിയുടെ ജീവിത കാലശേഷം നമ്മൾ കാണുന്നത് ലോകത്ത് അധീശത്വം വഹിച്ചിരുന്ന, നായകത്വം വഹിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ വക്താക്കളായിരുന്ന ക്രൈസ്തവരായിരുന്നു. മുഹമ്മദ് നബി കടന്നു വരുന്ന കാലഘട്ടത്തിൽ ലോകത്ത് ഉണ്ടായിരുന്നത്, ലോകത്തിന്റെ നായകത്വം വഹിച്ചിരുന്നത്, ലോകത്തിന്റെ രാഷ്ട്രീയ ഘടനയെ നിയന്ത്രിച്ചിരുന്നത് റോമും പേർഷ്യയും എന്ന് പറയുന്ന വലിയ രണ്ട് സാമ്രാജ്യങ്ങളാണ്. ഈ റോമാ സാമ്രാജ്യത്തിന്റെ ആളുകൾ മഹാനായ ഈസാ അലൈഹിസ്സലാമിന് ശേഷം, ക്രിസ്തുയേശുവിന് ശേഷം യേശു ക്രിസ്തു പ്രബോധനം ചെയ്ത ആദർശത്തെ നമസ്കരിച്ചുകൊണ്ട്, വികൃതമാക്കിക്കൊണ്ട് തങ്ങളുടെ പൂർവികന്മാർ കെട്ടിയുണ്ടാക്കിയ ആദർശത്തെ ക്രിസ്തുവിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയും നിത്യമതത്തിന്റെ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും യേശു ക്രിസ്തുവിന്റെ ആദർശമായി പുനരുദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുമതത്തെ നമസ്കരിച്ച ആളുകളാണ് അവർ. പുരോഹിതന്മാരായിരുന്നു. പുരോഹിതന്മാർ നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇന്നു കാണുന്ന ക്രിസ്തുമതം ജന്മമെടുക്കുന്നത്. 4-ാം നൂറ്റാണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ അധീപനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അന്നത്തെ ക്രൈസ്തവ പോപ്പുമാരുടെ ഒരു ആഗോള സമ്മേളനം വിളിച്ചു ചേർക്കുകയും അന്നത്തെ നെഹിയ സുഹദോസിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തിന് ക്രിസ്തുയേശു പഠിപ്പിച്ചിട്ടില്ലാത്ത ആദർശങ്ങൾ, ഈസാ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തിട്ടില്ലാത്ത ആദർശങ്ങൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നെല്ലാമുള്ള വികൃതമായ മതസങ്കല്പങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. അന്നുള്ള ക്രിസ്തു വിശ്വാസികളോട് പറഞ്ഞു, ഇതാണ് ക്രിസ്തുവിന്റെ ആദർശം, ഇത് പിൻപറ്റുകയല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമില്ല. ഈ ആദർശത്തെ എതിർക്കുകയും മഹാനായ ഈസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള ഇസ്ലാമിന്റെ സന്ദേശത്തെ പ്രബോധനം ചെയ്യുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ ക്രൈസ്തവ റോമിന് വിരോധമുണ്ടാവുക സ്വാഭാവികമാണ്. ആ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ആരംഭിച്ച മുഹമ്മദ് നബിയോടുള്ള വിമർശനങ്ങളാണ്, നബി നിന്ദകളാണ് പിന്നീട് ക്രൈസ്തവ യൂറോപ്പിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പാഠപുസ്തകം വലിയ ആംഗലേയ സാഹിത്യമായി നമ്മൾ പ്രതിഷ്ഠിക്കുന്ന യൂറോപ്യൻ സാഹിത്യ നവോത്ഥാനത്തിലെ ഒരു നാഴികക്കല്ലായി പറയപ്പെടുന്ന ഡാന്റെയുടെ ഡിവൈൻ കോമഡി യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അധ്യായത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നിരുഷ്ടമായ നരകത്തിന്റെ അടിത്തട്ടിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിത്തട്ടിൽ നഗ്നനായി കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബിയോടുള്ള നിന്ദയുടെയും വൈകൃതത്തിന്റെയും വിമർശനത്തിന്റെയും വേര് കിടക്കുന്നത് അങ്ങ് റോമിലാണ്, യൂറോപ്പിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നീട് നമ്മൾ ആ ചരിത്രത്തിൽ മുഹമ്മദ് നബിയോടുള്ള അവഹേളനങ്ങൾ ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് നബി നിന്ദിക്കപ്പെടുന്നത് രണ്ടാമതായിട്ട് ആഗോള സാമ്പത്തിക നായകത്വം
മേൽനോട്ടം വഹിക്കുന്ന മുതലാളിത്ത ലോകമാണ്. തങ്ങളുടെ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ കച്ചവടവൽക്കരിച്ച പൗരോഹിത്യത്തിന്റെ ഓശാന പാടിയ മുതലാളിത്ത ലോകമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമേൽ വികൃതവൽക്കരിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ അടുത്ത കാലത്ത് സംഭവിച്ചു പോയ നബി നിന്ദകളും നബി വിമർശനങ്ങളും ഒക്കെ അത് ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന പേരിലിറങ്ങിയ സിനിമയാണെങ്കിലും, അതല്ലെങ്കിൽ ഷാർലി ഹെബ്ഡോ എന്ന പേരിൽ ഉള്ള ഫ്രഞ്ച് വാരികയാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ചോദ്യപേപ്പർ വിവാദങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ സ്വാഭാവികമായി മനുഷ്യരിലൂടെ ഉണ്ടായിത്തീരുന്ന വെറും ഒരു സംഭവം മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായുമല്ല. അതെല്ലാം കൃത്യമായ മുതലാളിത്തത്തിന്റെ ആസൂത്രണങ്ങളിലൂടെ ഉണ്ടായി വന്നതാണെന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകൾ, മതത്തിന്റെയും ദൈവത്തിന്റെയും ഇടയിൽ ദല്ലാളുകളുടെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന മതപുരോഹിതന്മാരും ലോകത്തിന്റെ സാമ്പത്തിക മേധാവിത്വം തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് നിലനിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഇവിടുത്തെ മുതലാളിത്തവുമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ നിന്ദ്യമായ നിലയിൽ, നികൃഷ്ടമായ നിലയിൽ വിമർശിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ലോക ചരിത്രത്തിൽ ഒരുപാട് മഹത്വങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ തങ്ങളുടേതായ സംഭാവനകളിലൂടെ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരുപാട് മഹാരഥന്മാർ കഴിഞ്ഞുപോയി. രാഷ്ട്രനായകന്മാരും ഭരണാധികാരികളും പണ്ഡിതന്മാരും കവികളും സാഹിത്യ നായകരും അതുപോലെ തന്നെ മതനേതാക്കളും ബുദ്ധിജീവികളും നവോത്ഥാന നായകന്മാരും പരിഷ്കർത്താക്കളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെയുള്ള ഒരു ലോകമാണ് മഹത്വങ്ങളുടേത്. പക്ഷേ ചരിത്രത്തിൽ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയ, ചരിത്രത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ഒരു മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റൊരാളെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഏത് ലോകത്തിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയ, നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. നബിയുടെ വ്യതിരിക്തത ഇത് തന്നെയാണ്. എല്ലാ മഹത്വങ്ങളും മഹാരഥന്മാരും ചരിത്രത്തിന്റെ ഏതെങ്കിലുമൊക്കെയുള്ള മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ അർപ്പിക്കുകയും തങ്ങളുടേതായ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ച സമഗ്രമായ ഒരു വിപ്ലവത്തിന്റെ നേതൃത്വം വഹിച്ച മഹാനായ ഒരു മനുഷ്യരായിരുന്നു. ആ മാനവികമായ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അനുയോജ്യമായ ഒരു ജീവിത മാതൃക അത് പ്രവൃത്തി പദത്തിൽ കാണിച്ചു തരികയും അത് ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ കടന്നുപോയത്. തീർച്ചും പ്രായോഗികമായ ഒരു പരിവർത്തനമായിരുന്നു അത്. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു ഇന്ത്യയെ വരച്ചു വെക്കാൻ നമുക്ക് കഴിയുമോ? മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു ഇന്ത്യയെ വരച്ചു വെച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇന്ത്യയിലെ മതേതര കാഴ്ചപ്പാടുകളിലുമുള്ള ചെറിയ ചില ഭാഗങ്ങൾ അടർത്തിമാറ്റപ്പെടുമെന്നുള്ളതല്ലാതെ ഇന്ത്യയുടെ ചരിത്രത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ് ഇല്ലാത്ത സൗത്ത് അമേരിക്കയുടെ ചരിത്രം വരെ എഴുതാൻ ഒരാൾ തയ്യാറായാലും ഇതേപോലെ തന്നെയാണ് സ്ഥിതി. സ്പെയിനിന്റെ ചരിത്രം എഴുതുമ്പോ സൈമൺ ബോളിവറെ മാറ്റി നിർത്തിക്കൊണ്ട് ചരിത്രം എഴുതിയാൽ തന്റെ ജീവിതത്തിലൂടെ താൻ പ്രഖ്യാപിക്കുകയും താൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത നവോത്ഥാനപരമായ ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നുള്ളതാണ് വസ്തുത. പക്ഷേ ലോകത്ത് 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ അറേബ്യയുടെ ചിത്രം, ആ ചിത്രവും ചരിത്രവും വായിക്കപ്പെടുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നവോത്ഥാനം നമുക്ക് തിരിച്ചറിയുക. കണ്ണും കള്ളും പെണ്ണുമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന, കല്ലുകൾക്ക് മുമ്പിൽ നിവേദ്യമർപ്പിച്ചിരുന്ന, അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന, ശ്രീലതയുടെ അതിരുകൾ ലംഘിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് കേവലം 23 വർഷക്കാലം കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ബോധനങ്ങളുടെ അനുസൃതമായ ലോകത്ത് സാംസ്കാരികമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു തലമുറയായി പരിവർത്തിക്കപ്പെട്ടത്. കുടുംബകലഹങ്ങൾ കൊണ്ട് വർഷങ്ങളോളം ജീവിതം ക്രമീകരിച്ച് ആ കുടുംബകലഹങ്ങൾ കൊണ്ട് ഇരു കുടുംബങ്ങളും നശിച്ചു പോകുന്ന രീതിയിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും തുല്യതയില്ലാത്ത മാതൃകകളായി മാറി ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളുമായി അവർ മാറുകയായിരുന്നു. ഇതായിരുന്നു മുഹമ്മദ് നബി കൊണ്ടുവന്ന പരിവർത്തനം. വിശ്വാസപരമായ പരിവർത്തനമായിരുന്നു അത്. ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് ആദ്യം പ്രഖ്യാപിച്ചത് നിങ്ങൾ കള്ളുകുടിക്കരുതെന്നോ മദ്യപിക്കരുതെന്നോ വ്യഭിചരിക്കരുതെന്നോ എന്നായിരുന്നില്ല. മറിച്ച് ആ മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ചരിത്രപരമായി കാലാന്തരത്തിൽ അടിഞ്ഞുകൂടിയ
അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ വിഷങ്ങളെ പുറത്തേക്ക് തള്ളുകയായിരുന്നു മുഹമ്മദ് നബി ചെയ്തത്. ആ നിലക്കുള്ള മാനസികമായ പരിവർത്തനം വന്നൊരു സമൂഹം പിന്നീട് സംസ്കാരത്തിന്റെ വാഹകരായി മാറുകയാണ് ഉണ്ടായത്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പരിവർത്തനത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ യൂറോപ്യൻ മിഷണറിമാരെ മുതലാളിത്ത ലോകവുമാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമേൽ വിമർശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് തുല്യതയില്ലാത്ത മാതൃകകളാണ് കാണാൻ കഴിയുക. നബി ജീവിതത്തെ പോലെ ഇത്രമേൽ മാതൃകായോഗ്യമായ ഒരു വ്യക്തിത്വം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറ്റാരെക്കാളും രേഖപ്പെടുത്തപ്പെട്ട കൃത്യമായ ചരിത്രത്തിനുടമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ജീവിതത്തിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും തുടങ്ങി ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കൃത്യമായ മാതൃക കാണിച്ചു. ആ നബിയുടെ ജീവിതം തമസ്കരിക്കപ്പെടുന്നതിലൂടെയല്ലാതെ, ആ നബിയുടെ ജീവിതം നിന്ദിക്കപ്പെടുന്നതിലൂടെയല്ലാതെ അദ്ദേഹത്തിന്റെ ആദർശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വലിയ ആശയത്തെ തൗഹീദിന്റെ സന്ദേശത്തെ തമസ്കരിക്കുക എന്നുള്ളത് വ്യക്തമായിരിക്കുമെന്ന് ഇവിടത്തെ മിഷണറി കൂട്ടുകെട്ടുകൾക്ക് കൃത്യമായും അറിയാം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള നബി നിന്ന നാടകങ്ങൾക്ക് തുടർച്ചയും ചരിത്രപരമായ അനുസ്യൂതിയും ഉണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കുക, നമ്മുടെ കേരളത്തിന്റെ മണ്ണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കടന്നു വന്നു എന്ന് ചരിത്രപരമായി വിശ്വസിക്കപ്പെടുന്ന ഈ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദേഷ്യവും വിദ്വേഷവും കടന്നു വരുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് നാം റളിയല്ലാഹു അൻഹു ഇസ്ലാമുമായി കടന്നു വന്ന് ഇവിടുത്തെ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്നത് മക്കത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് ആ ഇസ്ലാം സ്വീകരണത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമെന്നും ആ തിരിച്ചു വരുന്ന കാലം വരെ മാത്രമേ ഇവിടെ പിന്നീട് പിന്തുടർച്ചാവകാശം ലഭിക്കപ്പെട്ട സാമൂതിരി രാജാക്കന്മാർക്ക് അവകാശമുള്ളൂവെന്നും അദ്ദേഹം തിരിച്ചു വന്നാൽ മക്കത്ത് നിന്ന് വരുന്ന ചേരമാൻ പെരുമാൾ എന്ന മുസ്ലിം രാജാവാണ് ഇവിടം ഭരിക്കേണ്ടതെന്നും വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നുവല്ലോ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടങ്ങുന്ന ബഹുജന സമൂഹം. ആ ഒരു തലത്തിൽ മുസ്ലിങ്ങളെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തെയും ഏറ്റവും ഉന്നതമായ ഒരു പരിവേഷത്തോടു കൂടി വീക്ഷിക്കുകയും ചെയ്ത കേരളത്തിന്റെ മണ്ണ് പോലും നബി നിന്ദകൾക്ക് പാകപ്പെടണമെങ്കിൽ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം നാം വിലയിരുത്തേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ വരച്ചുവെച്ച റോമിന്റെ ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നബി നിന്ദയാണ് കുരിശുയുദ്ധത്തോടുകൂടി ക്രൈസ്തവ യൂറോപ്പിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പതിച്ചു നടന്നത്. തീർച്ചയായും 1498 വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങുന്നത് നബി നിന്ന നാടകത്തിന്റെ കേരളത്തിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കൂടി വേണ്ടിയായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണത്. പറങ്കിപ്പടയുടെ ആഗമനത്തോടു കൂടിയാണ് കേരളത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും വിമർശിക്കപ്പെടുകയും നമസ്കരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും പിന്നീട് നമ്മൾ കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ നവോത്ഥാന പരിഷ്കരണ സംഭവങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ച മഹർഷിമാരുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും കൃതികളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വികൃതമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വികൃതമായ ഒരു ചുറ്റുപാടിൽ അവതരിപ്പിക്കപ്പെടുന്നതിനുള്ള ആസൂത്രണമായ പദ്ധതികളും വൈജ്ഞാനികമായ മൂലധനവും ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും നേരത്തെ നാം സംസാരിച്ച മുതലാളിത്ത ലോകവും അവർക്ക് വൈജ്ഞാനിക മൂലധനം ഒരുക്കിക്കൊടുക്കുന്ന ഓറിയന്റലുമാണ് എന്നുള്ളത് സുതരാം വ്യക്തമായ സംഗതിയാണ്. ആ മുതലാളിത്ത ലോകം തങ്ങളുടെ ഓറിയന്റലിസം എന്ന വൈജ്ഞാനിക സ്രോതസ്സിൽ ഉപയോഗപ്പെടുത്തി ഇനിയും നബിനിന്ദകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നബിനിന്ദകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള നികൃഷ്ടമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ
അത് മുസ്ലിങ്ങളെ പ്രകോപിതരാക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന എന്നാൽ നബിയുടെ ആദർശങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത മുസ്ലിങ്ങളെ പ്രകോപിതരാക്കുമെന്നും അവർ ആയുധം കയ്യിലെടുക്കുമെന്നും അവർ തെരുവിലിറങ്ങുമെന്നും തീർച്ചയായും നബിതങ്ങൾക്കറിയാം. തങ്ങളുടെ ആസൂത്രിതമായ ആ പദ്ധതിയുടെ ഭാഗമായി പ്രവാചകൻ നിന്ദിക്കപ്പെടുകയെന്നതും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ തെരുവിലിറക്കുക എന്നതും അങ്ങനെ പുതുലോകത്തിന്റെ ക്രമമായ ജനാധിപത്യവും മതേതരത്വത്തിന്റെയും ചുറ്റുപാടുകൾ ജീവിക്കാൻ യോഗ്യരായവരെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങളെന്ന് വരുത്തി തീർക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഈ നബി എന്നവരുടെ എല്ലാം ലക്ഷ്യം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതിനെല്ലാം കൃത്യമായ അപവാദമാണ്. തന്നെ വിമർശിക്കുകയും തന്നെ നിന്ദിക്കുകയും ചെയ്തിരുന്ന ആളുകൾ തന്റെ അനുയായികളെ ക്രൂരമായി പീഡിപ്പിച്ച ആളുകൾ, തന്നെയും തന്റെ അനുചരന്മാരെയും മക്കയിൽ നിന്ന് ആണ്ടി പുറത്താക്കിയ ആളുകൾ, അവർ 8-ാം വർഷത്തിൽ തന്റെ അധീനതയിലായപ്പോ മക്ക വിജയമുണ്ടായപ്പോ ആ ആളുകൾക്കെല്ലാം മാപ്പ് കൊടുക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. ആ ആളുകൾ തന്റെ വിരലിന്റെ ചുവട്ടിൽ താനെന്ന് വിരലിറക്കിയാൽ അവരുടെ തലകൾ തന്റെ മുന്നിൽ കിടന്നുരുവുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ജേതാവായി കൊണ്ട് തിരിച്ചു മക്കയിലേക്ക് കടന്നു ചെന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുത്തു. അതാണ് പ്രവാചകനിൽ നബിയുടെ മാതൃക. അതാണ് പ്രവാചകനിലെ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ട പ്രതിരോധ മാർഗം. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടുത്തറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആ ആശയങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ നബിസ്നേഹികൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന വളരെ ശുഷ്കമായ വളരെ ചുരുങ്ങിയ വാചകങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരച്ചിട്ടത്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആശയങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഇതിനുശേഷം വരാനിരിക്കുന്ന സംസാരത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നത്. ആ പ്രവാചകന്റെ ആദർശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് പ്രവാചക ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന മാനവ സമൂഹത്തിലെ കണ്ണികളായി മാറാൻ നമുക്ക് കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന് പറയുമ്പോൾ നബി ജീവിതത്തിന്റെ ഓരോ ഈടുവഴികളും ഓരോ ഇടങ്ങളും കൃത്യമായി മാതൃകയാക്കാൻ ഉതകുന്ന ആ സംഭവങ്ങളായിരുന്നുവെന്ന് നബി ജീവിതം കൃത്യമായി പഠിക്കുന്നയാൾക്ക് മനസ്സിലാകും. അത്തരത്തിലൊരു പഠനത്തിന്, അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് പ്രവാചക ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രവാചക ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലേക്കും കൃത്യമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരത്തിന് വിരാമം ഇടുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.